എക്കണോമിക്സിന്റെ ഇൻസെപ്റ്റഡ് എക്കണോമിക്സിന്റെ രണ്ടാമത്തെ മൈക്രോ എക്കണോമിക്സിന്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. എവല്യൂഷൻ ഓഫ് എക്കണോമിക്സിന്റെ കണ്ടിന്യൂഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്കണോമിസ്റ്റുകളെ കുറിച്ച് പറഞ്ഞു. ആ ഓരോ എക്കണോമിസ്റ്റുകളും നമുക്ക് തന്ന ഡെഫിനിഷൻസിനെ കുറിച്ച് പറഞ്ഞു. അതോടൊപ്പം തന്നെ മൈക്രോ എക്കണോമിക്സ് എന്താണ്, മാക്രോ എക്കണോമിക്സ് എന്താണ്, ഇത് തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കണോമി, ഒരു സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്നുള്ള പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു. ഇത്രയുമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിന്റെ കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ അതിന്റെ ബാക്കിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ നമ്മള് ഇനി പറയാൻ പോകുന്നത് ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക്സ് എന്നുള്ളതിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന പലതരത്തിലുള്ള എക്കണോമിക് സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മളത് കഴിഞ്ഞ വർഷം ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അതിന്റെ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക്സ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടില് നിലനിന്ന് പോകുന്ന പല എക്കണോമിക് സിറ്റുവേഷൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ എക്കണോമിക് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ സിസ്റ്റത്തെ നമുക്ക് പ്രധാനമായിട്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ക്യാപിറ്റലിസം, സോഷ്യലിസം, മിക്സഡ് എക്കണോമി. നമ്മള് പ്ലസ് വണ്ണിന്റെ ഇന്ത്യൻ എക്കണോമിയുടെ ലാസ്റ്റ് ചാപ്റ്ററിൽ ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ എന്നുള്ള നെയ്ബർഹുഡ് കൺട്രീസിനെ കുറിച്ച് കമ്പയർ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ചൈന അഡോപ്റ്റ് ചെയ്തത് സോഷ്യലിസം ആണ്, ഇന്ത്യ അഡോപ്റ്റ് ചെയ്തത്, ഇന്ത്യയും പാകിസ്ഥാനും അഡോപ്റ്റ് ചെയ്തത് ഒരു മിക്സഡ് എക്കണോമി ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞതാണ് എന്താണ് ക്യാപിറ്റലിസം, എന്താണ് സോഷ്യലിസം, എന്താണ് മിക്സഡ് എക്കണോമി എന്ന് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അപ്പോ നിങ്ങൾക്കറിയാം ക്യാപിറ്റലിസം. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻസ് ആർ ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ പ്രൈവറ്റ് എന്റിറ്റീസ്. അതായത് ഒരു രാജ്യത്തെ എല്ലാ കൺട്രോളും അല്ലെങ്കിൽ അവിടുത്തെ എല്ലാ ഉൽപാദന രംഗങ്ങളും മേഖലകളും കൺട്രോൾ ചെയ്യുന്നത് വ്യക്തികളാണെങ്കിൽ, സ്വകാര്യ വ്യക്തികളാണെങ്കിൽ അതിനെ നമ്മൾ ക്യാപിറ്റലിസം എന്ന് പറയും. All the means of productions are owned, O-W-N-E-D, owned and operated by private entities. സ്വകാര്യ വ്യക്തികളാണ് അവിടെ എല്ലാ കാര്യങ്ങളും പ്രൊഡക്ഷൻ പ്രോസസ് അല്ലെങ്കിൽ ഉൽപാദന രംഗത്തെ കുറിച്ച് തീരുമാനമെടുക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ക്യാപിറ്റലിസം എന്ന് പറയും. അതുപോലെ സോഷ്യലിസം, ഓൾ ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻസ് ആർ ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ്. ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്, ഗവൺമെന്റിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് സ്റ്റേറ്റ് എന്ന് പറയും. അവിടെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് സ്റ്റേറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് ആണെങ്കിൽ ആ എക്കണോമിക് സിസ്റ്റത്തെ നമ്മൾ പറയുന്ന പേരാണ് സോഷ്യലിസം. ഓൾ ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻസ് ആർ ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെന്റ്. അപ്പോ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള പ്രൊഡക്ഷൻ പ്രോസസ്സിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്, ഉൽപാദന രംഗത്തെ കൺട്രോൾ ചെയ്യുന്നതും ആ രാജ്യത്തിലെ മേജർ പങ്ക് വഹിക്കുന്നതും സ്വകാര്യ വ്യക്തികളാണെങ്കിൽ അതേ നമ്മള് ക്യാപിറ്റലിസം എന്ന് പറയും. സോഷ്യലിസം ആണെങ്കിൽ അവിടെ എല്ലാ കാര്യങ്ങളിലും തീരുമാനം എടുക്കുന്നത് ഗവൺമെന്റ് ആയിരിക്കും. അത്തരത്തിലുള്ള രാജ്യങ്ങളെ നമ്മൾ സോഷ്യലിസ്റ്റ് കൺട്രി എന്ന് പറയും അല്ലെങ്കിൽ സോഷ്യലിസം എന്ന് പറയും. ഇനി ഇത് രണ്ടും കൂടി ചേർന്ന ഒരു വിഭാഗമാണ് മിക്സഡ് എക്കണോമി അല്ലെങ്കിൽ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയും. സോഷ്യലിസത്തിന്റെയും ക്യാപിറ്റലിസത്തിന്റെയും മെറിറ്റ്സ്, നല്ല വശങ്ങൾ മാത്രം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ സിസ്റ്റമാണ് മിക്സഡ് എക്കണോമി എന്ന് പറയും. നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത് ക്യാപിറ്റലിസമോ സോഷ്യലിസമോ അല്ല, മിക്സഡ് എക്കണോമിയാണ് നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോ ഈ മൂന്ന് പ്രധാനപ്പെട്ട എക്കണോമിക് സിറ്റുവേഷൻസ് നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് ക്യാപിറ്റലിസം ഫോളോ ചെയ്യുന്ന രാജ്യം കാണും, സോഷ്യലിസം ഫോളോ ചെയ്യുന്ന കൺട്രി കാണും, അതോടൊപ്പം തന്നെ മിക്സഡ് എക്കണോമി ഫോളോ ചെയ്യുന്ന കൺട്രീസും കാണും. അപ്പോ ഈ രാജ്യങ്ങളില് എക്കണോമിക്കലി എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് അവർ ഫേസ് ചെയ്യുന്നത്, ഈ മൂന്ന് എക്കണോമിക് സിറ്റുവേഷൻസിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്,
തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാപിറ്റലിസം അല്ലെങ്കിൽ ക്യാപിറ്റലിസം എന്ന് പറയുന്ന എക്കണോമിക് സിസ്റ്റത്തെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞു all the means of productions are owned and operated by private individuals അല്ലെങ്കിൽ പ്രൈവറ്റ് ഓണർഷിപ്പ് ആണെങ്കിൽ നമ്മുടെ ഒരു രാജ്യത്ത് അവിടുത്തെ ഉൽപാദന രംഗത്തെയും അവിടുത്തെ എക്കണോമിയിലും എല്ലാ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും എടുക്കുന്നത് സ്വകാര്യ സ്ഥാപനങ്ങളോ സ്വകാര്യ വ്യക്തികളോ ആണെങ്കിൽ ആ എക്കണോമിക് സിസ്റ്റത്തെ നമ്മൾ പറയുന്ന പേരാണ് ക്യാപിറ്റലിസം. നമ്മുടെ USA അല്ലെങ്കിൽ അമേരിക്ക, ഇംഗ്ലണ്ട് ഇതൊക്കെ ക്യാപിറ്റലിസ്റ്റ് കൺട്രീസിന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോ അവിടുത്തെ എക്കണോമിക് സിസ്റ്റം ക്യാപിറ്റലിസം, അവിടുത്തെ പ്ലേയേഴ്സ് അതായത് പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് പ്രൈവറ്റ് ഓണേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളായിരിക്കും. ആ എക്കണോമിക് സിസ്റ്റത്തില് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായാൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കണോമി, ഒരു എക്കണോമിയുടെ അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ, എക്സ്ചേഞ്ച്, ഉൽപാദനം, വിതരണം, ഉപഭോഗം, അതോടൊപ്പം തന്നെ ആളുകള് എക്സ്ചേഞ്ച് ചെയ്യുന്ന സാധന സാമഗ്രികൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പ്രൊഡക്ഷൻ, കൺസംഷൻ, ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ എക്സ്ചേഞ്ച്, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ എക്കണോമിയിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് ഈ എക്കണോമിക് സിസ്റ്റത്തിന് ഇമ്പോർട്ടന്റ് ആണ് അല്ലെങ്കിൽ വളരെയധികം അത്യാവശ്യമാണ്. അപ്പോ ഓരോ എക്കണോമിക് സിസ്റ്റത്തിലും എക്കണോമിയിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അവിടെ സൊല്യൂഷൻ കണ്ടെത്തുന്നത് പ്രത്യേകമായിട്ടായിരിക്കും. അപ്പോ ക്യാപിറ്റലിസത്തില് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണുന്നത് ത്രൂ പ്രൈസ് മെക്കാനിസം ആണ്. പ്രൈസ് മെക്കാനിസം മറന്നുപോകരുത്. ക്യാപിറ്റലിസം എന്ന് പറയുന്ന എക്കണോമിക് സിസ്റ്റത്തില് ആ എക്കണോമിയില് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്ന വഴി എന്ന് പറയുന്നത് പ്രൈസ് മെക്കാനിസം ആണ്. പ്രൈസ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡും സപ്ലൈയും ചേർന്നാണ് അവിടെ ഉണ്ടാകുന്ന ആ പ്രോബ്ലത്തെ ഓട്ടോമാറ്റിക് ആയിട്ട് പരിഹരിക്കുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. ഇപ്പോൾ ഇത്രയും ഓർത്ത് വെക്കുക. ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക് സിസ്റ്റത്തില് എന്തെങ്കിലും എക്കണോമിക്കലി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ ആ പ്രോബ്ലം സൊല്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് പ്രൈസ് മെക്കാനിസം. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന്റെ വില കൂടുകയാണെന്ന് വിചാരിക്കുക. പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി എന്ന് പറയുന്നത് കൂടുകയാണെന്ന് വിചാരിക്കുക. അതിന്റെ ഡിമാൻഡ് സ്വാഭാവികമായിട്ടും കുറഞ്ഞു വരും. ഒരു പ്രോഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിന്റെ വില കൂടുകയാണെന്ന് കരുതുക. വില കൂടുമ്പോൾ അതിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് കുറഞ്ഞു വരും. അപ്പോ ഡിമാൻഡ് കുറയുമ്പോൾ അത് പർച്ചേസ് ചെയ്യാനായിട്ട് ആളില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രോഡക്റ്റിന്റെ പ്രൈസ് താഴേക്ക് വരും. അപ്പോ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു എന്ന് വരിക അല്ലെങ്കിൽ കൂടി എന്ന് കരുതുക. അപ്പോ അതിന് ഓൾറെഡി ഉണ്ടായിരുന്ന ഡിമാൻഡ് എന്ന് പറയുന്നത് താഴേക്ക് വന്നു. അപ്പോ സ്വാഭാവികമായിട്ടും പ്രൈസ് കൂടിയത് കൊണ്ട് ആരും അത് വാങ്ങാതെ വരും. അങ്ങനെ വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ പ്രോഡക്റ്റിന്റെ പ്രൈസ് അല്ലെങ്കിൽ പ്രൈസ് കുറയ്ക്കുന്നതിനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തും. അങ്ങനെ അതിന്റെ പ്രൈസ് കുറയുകയും വീണ്ടും അതിന് പഴയ ഡിമാൻഡിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോ ഇതുപോലെയുള്ള ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക് സിസ്റ്റത്തില് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ കണ്ടെത്തുന്ന സൊല്യൂഷൻ പറയുന്ന പേരാണ് പ്രൈസ് മെക്കാനിസം എന്ന് പറയും. ഇവരുടെ മോട്ടീവ് എന്ന് പറയുന്നത് എപ്പോഴും പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കും അല്ലെങ്കിൽ ലാഭം എന്നുള്ളതായിരിക്കും അവരുടെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. എപ്പോഴും ലാഭത്തോടു കൂടി പ്രവർത്തിക്കുന്ന എന്റിറ്റീസ് ആയിരിക്കും ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക് സിസ്റ്റത്തില് ഉള്ളത്.
ഇപ്പോൾ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓൾ ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻസ് ആർ ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ പ്രൈവറ്റ് എന്റിറ്റീസ് ആണെങ്കിൽ അതിനെ ക്യാപിറ്റലിസം എന്ന് പറയും. ആ എക്കണോമിയിൽ എന്തെങ്കിലും പ്രോബ്ലം വരികയാണെങ്കിൽ അത് സൊല്യൂഷൻ അതിന് കണ്ടെത്തുന്നതിന് നമ്മൾ പ്രൈസ് മെക്കാനിസം ഉപയോഗിക്കും. അതോടൊപ്പം തന്നെ ഇവരുടെ മോട്ടീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മോട്ടീവ് ആണ്. രണ്ടാമത്തെ എക്കണോമിക് സിസ്റ്റം ആണ് സോഷ്യലിസം എന്ന് പറയുന്നത്. സോഷ്യലിസത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് സർവീസ് ആണ്, അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ ആണ്, സാമൂഹിക സേവനമാണ് സോഷ്യലിസം എന്ന് പറയുന്ന എക്കണോമിക് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലെങ്കിൽ മോട്ടീവ് എന്ന് പറയുന്നു. നമ്മൾ നേരത്തെ ക്യാപിറ്റലിസത്തിന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ക്യാപിറ്റലിസം എന്ന് പറയുന്നത് all the means of productions are owned and operated by private entities എന്ന് നമ്മൾ പറഞ്ഞു. അവിടെ നമ്മൾ പ്രൈവറ്റ് എന്റിറ്റീസ് എന്ന് പറയുന്നതിന് പകരം അവസാനത്തെ വാക്ക് നമ്മൾ ഗവൺമെന്റ് ആയി കഴിഞ്ഞാൽ സോഷ്യലിസത്തിന്റെ ഡെഫിനിഷൻ നമുക്ക് കിട്ടും. all the means of productions are owned and operated by government or state ആണെങ്കിൽ നമ്മൾ അതിനെ സോഷ്യലിസം എന്ന് പറയും. ഈ സോഷ്യലിസം എന്ന് പറയുന്ന എക്കണോമിക് സിസ്റ്റത്തിന്റെ മോട്ടീവ് എന്ന് പറയുന്നത് സോഷ്യൽ വെൽഫെയർ ആണ്, അല്ലെങ്കിൽ സാമൂഹിക സേവനമാണ്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോ സോഷ്യലിസത്തിന്റെ മോട്ടീവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് സോഷ്യൽ വെൽഫെയർ ആണ്, അല്ലെങ്കിൽ സാമൂഹിക സേവനമാണ്. രണ്ട്, ഇവിടുത്തെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഡിസിഷൻസ് എടുക്കുന്നത് എപ്പോഴും പബ്ലിക് സെക്ടേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഗവൺമെന്റ് ആയിരിക്കും. ഈ എക്കണോമിയില് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായാൽ ആ പ്രോബ്ലം സൊല്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സൊല്യൂഷൻ കണ്ടെത്തുന്നത് ത്രൂ പ്ലാനിങ്ങിലൂടെ ആയിരിക്കും. എന്താണ് പ്ലാനിങ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ എക്കണോമിയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്നത് ത്രൂ പ്ലാനിങ്. ക്യാപിറ്റലിസം ആണെങ്കിൽ പ്രൈസ് മെക്കാനിസം, സോഷ്യലിസ്റ്റ് എക്കണോമിയിലാണെങ്കിൽ അത് പ്ലാനിങ് ആണ്. അപ്പോ ക്യാപിറ്റലിസം നമ്മൾ എന്താണെന്ന് പറഞ്ഞു, സോഷ്യലിസം നമ്മൾ എന്താണെന്ന് പറഞ്ഞു. ഈ ക്യാപിറ്റലിസത്തിന് പ്രധാനപ്പെട്ട മോട്ടീവ് എന്താണെന്ന് പറഞ്ഞു, പ്രോഫിറ്റ് മോട്ടീവ് ആണ്. സോഷ്യലിസത്തിലാണെങ്കിൽ സോഷ്യൽ വെൽഫെയർ ആണ്, അല്ലെങ്കിൽ സാമൂഹിക സേവനമാണ് സോഷ്യൽ വെൽഫെയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോട്ടീവ് എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ. ഇവിടെ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി ആണെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രോബ്ലംസ് എക്കണോമിയിൽ പ്രോബ്ലംസ് ഉണ്ടായാൽ അതിന്റെ സൊല്യൂഷൻ കണ്ടെത്തുന്നത് ത്രൂ പ്രൈസ് മെക്കാനിസം. സോഷ്യലിസം ആണെങ്കിൽ ത്രൂ പ്ലാനിങ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്ലേയേഴ്സ് അല്ലെങ്കിൽ ആളുകൾ എന്ന് പറയുന്നത്, തീരുമാനമെടുക്കുന്ന ആളുകൾ, അതോറിറ്റി എന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് ആണെങ്കിൽ അവിടെ പ്രൈവറ്റ് ഓണേഴ്സും, സോഷ്യലിസ്റ്റ് കൺട്രീസ് ആണെങ്കിൽ അവിടെ പബ്ലിക് സെക്ടേഴ്സും. നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിൾസ് ആയിട്ട് ക്യാപിറ്റലിസ്റ്റ് കൺട്രീസിന് നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അല്ലെങ്കിൽ ഇംഗ്ലണ്ട് തുടങ്ങിയ വെസ്റ്റേൺ കൺട്രീസിനെ നമുക്ക് പറയാം. സോഷ്യലിസം ആണെങ്കിൽ ചൈന, നോർത്ത് കൊറിയ തുടങ്ങിയ കൺട്രീസിനെ കുറിച്ച് പറയാം. എക്സാമ്പിൾസ് മാത്രമാണ്. ഇനി മൂന്നാമത്തെ എക്കണോമിക് സിസ്റ്റം ആണ് മിക്സഡ് എക്കണോമി എന്ന് പറയും, അല്ലെങ്കിൽ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യലിസത്തിനും അതോടൊപ്പം തന്നെ ക്യാപിറ്റലിസത്തിനും മെറിറ്റ്സും ഉണ്ട്, ഡിമെറിറ്റ്സും ഉണ്ട്. നല്ല വശങ്ങളുമുണ്ട്, ചീത്ത വശങ്ങളുമുണ്ട്. അപ്പോ സോഷ്യലിസത്തിന്റെയും ക്യാപിറ്റലിസത്തിന്റെയും മെറിറ്റ്സ് ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ നല്ല വശങ്ങൾ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ഉണ്ടായ ഒരു സമ്പദ് വ്യവസ്ഥയാണ് മിക്സഡ് എക്കണോമി അല്ലെങ്കിൽ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയും. നമ്മുടെ ഇന്ത്യ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഫോളോ ചെയ്ത സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഫോളോ ചെയ്ത എക്കണോമിക് സിസ്റ്റമാണ് മിക്സഡ് എക്കണോമി അല്ലെങ്കിൽ മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ക്യാപിറ്റലിസം പറഞ്ഞപ്പോൾ പറഞ്ഞു അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് പ്രൈവറ്റ് എന്റിറ്റീസ് ആണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പ്രോഫിറ്റ് മോട്ടീവോട് കൂടി ലാഭം എന്നുള്ളത് മാത്രം നോക്കിക്കണ്ട് പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഓണർഷിപ്പോട് കൂടിയുള്ള ആളുകളാണെന്ന് പറഞ്ഞു.
സോഷ്യലിസത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ പറഞ്ഞു അവിടുത്തെ മോട്ടീവ് എന്ന് പറയുന്നത് സോഷ്യൽ വെൽഫെയർ അല്ലെങ്കിൽ സാമൂഹിക സേവനമാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ മിക്സഡ് എക്കണോമിയുടെ മോട്ടീവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് ബോത്ത് പ്രോഫിറ്റ് മോട്ടീവ് ആൻഡ് സോഷ്യൽ വെൽഫെയർ. അത് തന്നെ ലാഭം കണ്ടെത്തുക, അതിനോടൊപ്പം തന്നെ ആളുകൾക്ക് സേവനങ്ങളും നൽകുക, അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ അല്ലെങ്കിൽ പ്രോഫിറ്റ് മോട്ടീവ്. ഇതാണ് മിക്സഡ് എക്കണോമി അല്ലെങ്കിൽ മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ലാഭവും ഉണ്ടാക്കുക, അതോടൊപ്പം തന്നെ സോഷ്യൽ വെൽഫെയർ അല്ലെങ്കിൽ സാമൂഹിക സേവനം. മിക്സഡ് എക്കണോമിയില് പ്രൈവറ്റിനും അതോടൊപ്പം തന്നെ പബ്ലിക് സെക്ടറിനും, സ്വകാര്യ വ്യക്തികൾക്കും അതോടൊപ്പം തന്നെ ഗവൺമെന്റിനും ഒരുപോലെ റോളുള്ള ഒരു എക്കണോമിക് സിസ്റ്റമാണ് മിക്സഡ് എക്കണോമി അല്ലെങ്കിൽ മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇവിടെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായാൽ, എക്കണോമിയിൽ പ്രോബ്ലംസ് ഉണ്ടായാൽ, ക്യാപിറ്റലിസത്തിൽ നമ്മൾ കണ്ടെത്തുന്ന സൊല്യൂഷൻ കണ്ടെത്തുന്ന പ്രൈസ് മെക്കാനിസവും സോഷ്യലിസത്തിൽ നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തുന്ന പ്ലാനിങ്ങും, ഇത് രണ്ടും കൂടി ചേർന്നുകൊണ്ടാണ് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്നത്. അപ്പോ ഇത്രയുമാണ് നമുക്ക് എക്കണോമിക് സിസ്റ്റത്തെ കുറിച്ച് പഠിക്കാനുള്ളത്. നമ്മൾ അവസാനം പറഞ്ഞ മിക്സഡ് എക്കണോമി എന്ന് പറയുന്നത് ക്യാപിറ്റലിസത്തിന്റെയും സോഷ്യലിസത്തിന്റെയും രണ്ടിന്റെയും ഗുണവശങ്ങൾ അല്ലെങ്കിൽ മെറിറ്റ്സ് ഉൾക്കൊണ്ടുകൊണ്ടിട്ടുള്ള ഒരു എക്കണോമിക് സിസ്റ്റമാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ മിക്സഡ് എക്കണോമി എന്ന് പറയുന്നത്. അപ്പോ നമ്മള് ക്യാപിറ്റലിസം എന്താണെന്ന് പറഞ്ഞു, സോഷ്യലിസം എന്താണെന്ന് പറഞ്ഞു, മിക്സഡ് എക്കണോമി എന്താണെന്ന് പറഞ്ഞു. ഇത് എക്കണോമിക് സിസ്റ്റംസ് ആണ്. നമ്മുടെ ലോകത്ത് നിലനിൽക്കുന്ന പല രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന എക്കണോമിക് സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ആ എക്കണോമിക് സിസ്റ്റത്തിന്റെ മെജോറിറ്റിയും ആളുകൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട റോൾ എടുക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. അവരുടെ ആ എക്കണോമിയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ അതെങ്ങനെയാണ് അതിന് സൊല്യൂഷൻ, പരിഹാരം കണ്ടെത്തുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ മോട്ടീവ് എന്താണെന്ന് പറഞ്ഞു. ഈ ടേബിള് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇതിനെ കുറിച്ചൊരു സമ്മറി നമുക്ക് കിട്ടും. എന്താണ് ഇതിന്റെ ഡെഫിനിഷൻസ് മാത്രമേ നമ്മൾ പറയാതെ ഇരുന്നിട്ടുള്ളൂ. നമ്മൾ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ഒരു ഡെഫിനിഷൻ പഠിച്ചാൽ മതി. സോ ക്യാപിറ്റലിസം പഠിക്കുകയാണെങ്കിൽ ഓൾ ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻസ്, മീൻസ് MEANS, all the means of productions are owned and controlled by private entities ആണെങ്കിൽ അത് ക്യാപിറ്റലിസവും, all the means of productions are owned and controlled by government ആണെങ്കിൽ അതിനെ സോഷ്യലിസം എന്നും പറയും. അപ്പോ മിക്സഡ് എക്കണോമി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ളതാണ്. അവിടെ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ പ്രൈസ് മെക്കാനിസവും പ്ലാനിങ്ങും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്നത്. പ്രോഫിറ്റ് മോട്ടീവുമാണ്, അതോടൊപ്പം തന്നെ സോഷ്യൽ വെൽഫെയറുമാണ്. പ്രോഫിറ്റ് മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭം എന്ന അല്ലെങ്കിൽ ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുക, അതോടൊപ്പം തന്നെ ആളുകളുടെ നന്മയ്ക്കും കൂടി വേണ്ടി പ്രവർത്തിക്കുക. ഇത്രയുമാണ് എക്കണോമിക് സിസ്റ്റത്തെ കുറിച്ച് പഠിക്കാനുള്ളത്. പരീക്ഷയ്ക്ക് 1 മാർക്ക് അല്ലെങ്കിൽ ഇതുപോലെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ഈ പ്രൈസ് മെക്കാനിസവും പ്ലാനിങ്ങും ഒക്കെ ചോദിക്കാറുണ്ട്. ഓരോ എക്കണോമിക് സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ ഏതാണെന്നുള്ള രീതിയിൽ. അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നമ്മള് ഈ ചാപ്റ്ററിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മള് ഡെഫിനിഷൻസ് പറഞ്ഞു, സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കണോമി പറഞ്ഞു, എക്കണോമിക് സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രണ്ടിയർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനെ കുറിച്ചാണ്. നമ്മൾ ആദ്യം മുതലേ പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ റിസോഴ്സസ് എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമിയിലെ റിസോഴ്സ് അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയിലെ വിഭവങ്ങൾ എന്ന് പറയുന്നത് വളരെ പരിമിതമാണ് അല്ലെങ്കിൽ ലിമിറ്റഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഈ പരിമിതമായിട്ടുള്ള റിസോഴ്സസ് അല്ലെങ്കിൽ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒന്നിൽ കൂടുതൽ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാമെന്നും നമ്മൾ പറഞ്ഞു. അപ്പോ നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ പരിമിതമായിട്ടുള്ള വിഭവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഏറ്റവും അനുയോജ്യമായി പ്രൊഡ്യൂസ് ചെയ്യേണ്ടുന്ന
ഗുഡ്സ് അല്ലെങ്കിൽ പ്രോഡക്ട്സ് ഏതാണെന്ന് നമ്മൾ തിരഞ്ഞെടുക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അതിനെ നമ്മൾ വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കണോമിയിലെ ഒരു പ്രശ്നമായിട്ട് പഠിച്ചു. അപ്പോ നമ്മുടെ റിസോഴ്സസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്, അല്ലെങ്കിൽ വിഭവങ്ങൾ എന്ന് പറയുന്നത് പരിമിതമാണ്. ആ പരിമിതമായിട്ടുള്ള വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒന്നിൽ കൂടുതൽ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാമെന്നും നമ്മൾ പറഞ്ഞു. പക്ഷേ ഏതാണ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്? ഗുഡ് വൺ. ഇപ്പോൾ നമ്മൾ എ എന്ന് പറയുന്ന ഒരു റിസോഴ്സസ് എടുക്കുന്നു. ആ എ എന്ന് പറയുന്ന റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് രണ്ട് പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാം, ഗുഡ് വണ്ണും ഗുഡ് ടു. അപ്പോ ഈ എ എന്ന് പറയുന്ന റിസോഴ്സ് കൊണ്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാവുന്ന രണ്ട് ഗുഡ്സ് ആണ് ഗുഡ് വണ്ണും ഗുഡ് ടു. എ എന്ന് പറയുന്ന റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഗുഡ് വണ്ണും ഉപയോഗിക്കാം, ഗുഡ് ടൂവും ഉപയോഗിക്കാം, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഇതിൽ ഏതാണ് മറ്റതിനേക്കാൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അപ്പോ ഈ പരിമിതമായിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിന്റെ കർവ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത്. ആദ്യം പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രണ്ടിയർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ഡെഫിനിഷൻ നമ്മൾ പഠിക്കണം. ഡെഫിനിഷൻ: the collection of all possible combination of goods and services that can be produced from a given level of resources and a given level of technology is known as production possibility frontier. ഒന്നുകൂടി വായിക്കാം. The collection of all possible combination of goods and services that can be produced from a given level of resources and technology is called പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രണ്ടിയർ. ഈ ടേബിളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്നാണ് നമ്മൾ ഈ ടേബിളിനെ പറയുന്നത്. ഇവിടെ പോസിബിലിറ്റി തന്നിട്ടുണ്ട്, ഗുഡ് വൺ തന്നിട്ടുണ്ട്, ഗുഡ് ടു തന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ ലെവൽ ഓഫ് റിസോഴ്സസ് അല്ലെങ്കിൽ ഗിവൺ ലെവൽ ഓഫ് ടെക്നോളജി എന്ന് പറയുന്നത് എ, ബി, സി, ഡി, ഇ. അല്ലെങ്കിൽ ആദ്യത്തെ ഗിവൺ ലെവൽ ഓഫ് ടെക്നോളജി അല്ലെങ്കിൽ റിസോഴ്സസ് വിഭവമായി നമ്മൾ എ എടുക്കുന്നു. ഈ എ മുതൽ എ, ബി, സി, ഡി, ഇ 5 റിസോഴ്സസ് തന്നിട്ടുണ്ട്. ഈ 5 റിസോഴ്സസും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാവുന്ന ഗുഡ്സുകളാണ് ഗുഡ് വണ്ണും ഗുഡ് ടു. അപ്പോ ഇതിനെ നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്ന് പറയുന്നു. ഇവിടെ ആദ്യത്തെ പോസിബിലിറ്റി നമ്മൾ എടുക്കുകയാണ്. എ എന്ന് പറയുന്ന റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഗുഡ് വണ്ണും ഗുഡ് ടൂവും പ്രൊഡ്യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ എ എന്ന് പറയുന്ന റിസോഴ്സസ് അല്ലെങ്കിൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഗുഡ് വൺ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ആ റിസോഴ്സസ് മൊത്തം ടോട്ടലായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഗുഡ് ടു മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഗുഡ് ടു 14 യൂണിറ്റ് ഞാൻ എന്ത് ചെയ്തു? പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോ എ എന്ന് പറയുന്ന എന്റെ കയ്യിലുള്ള റിസോഴ്സ് കൊണ്ട് ഞാൻ 14 ഗുഡ് ടു ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി വേറൊരു പോസിബിലിറ്റി തന്നിട്ടുണ്ട്, മറ്റൊരു റിസോഴ്സ് തന്നിട്ടുണ്ട്. ബി എന്നാണ് ആ റിസോഴ്സ് അല്ലെങ്കിൽ ആ ടെക്നോളജി അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ ലെവൽ ഓഫ് റിസോഴ്സസ് അല്ലെങ്കിൽ ഗിവൺ ലെവൽ ഓഫ് ടെക്നോളജി എന്ന് പറയുന്നത് ബി ആണ്. ആ ബി എന്ന് പറയുന്ന റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഗുഡ് വൺ 1 യൂണിറ്റും ഗുഡ് ടു 12 യൂണിറ്റും ഉപയോഗിച്ചു അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തു. ഗുഡ് വൺ 1 യൂണിറ്റും ഗുഡ് ടു 12 യൂണിറ്റും ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്റെ കയ്യിൽ ഒരു പേനയും പെൻസിലും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റിസോഴ്സ് എന്റെ കയ്യിൽ ഉണ്ടെന്ന് കരുതുക. ആ റിസോഴ്സസിനെയാണ് ഞാൻ എ, ബി, സി, ഡി, ഇ ആയിട്ട് കൊടുത്തേക്കുന്നത്. ഈ ഗുഡ് വൺ എന്നുള്ളത് പെന്നും ഗുഡ് ടു എന്നുള്ളത് പെൻസിലുമാണെന്ന് കരുതുക. അപ്പൊ എന്റെ കയ്യിലുള്ള ഈ എ എന്ന് പറയുന്ന റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പെൻ 0 ആണ് ഉണ്ടാക്കിയത്, അതായത് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ പെൻസിൽ 14 യൂണിറ്റ് ഞാൻ ഉണ്ടാക്കി. എന്റെ കയ്യിൽ രണ്ടാമത് ബി ലെവൽ ഓഫ് റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ 1 യൂണിറ്റ് പേനയും 12 യൂണിറ്റ്
പെൻസിലും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി സി എന്ന് പറയുന്ന റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് 2 യൂണിറ്റ് പെന്നും 9 യൂണിറ്റ് പെൻസിലും ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഡി എന്ന് പറയുന്ന റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ 3 യൂണിറ്റ് പെന്നും 5 യൂണിറ്റ് പെൻസിലും ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇ എന്ന് പറയുന്ന റിസോഴ്സസ് എടുക്കുകയാണെങ്കിൽ ഞാൻ അവിടെ എന്റെ ഇ എന്ന് പറയുന്ന റിസോഴ്സസ് മൊത്തവും ഉപയോഗിച്ചിരിക്കുന്നത് പെൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, പേന ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോ ഞാൻ 4 യൂണിറ്റ് പേന ഉണ്ടാക്കി, പകരം എനിക്ക് പെൻസിലൊന്നും ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇതിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രണ്ടിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ ലെവൽ ഓഫ് ടെക്നോളജി അല്ലെങ്കിൽ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പോസിബിൾ സെറ്റ് ഓഫ് കോമ്പിനേഷൻ ഓഫ് ഗുഡ്സിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രണ്ടിയർ എന്ന് പറയുന്നത്. നമ്മൾ എ എന്ന് പറയുന്ന റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് പെൻ 0 പ്രൊഡ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ ഗുഡ് 1 0 പ്രൊഡ്യൂസ് ചെയ്തു, ഗുഡ് 2 നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് 14 എണ്ണമാണ്. ബി എന്ന് പറയുന്ന റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഗുഡ് 1 1 യൂണിറ്റും ഗുഡ് 2 12 യൂണിറ്റുമാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഈ തന്നിരിക്കുന്ന സെറ്റ് ഓഫ് റിസോഴ്സസ് അല്ലെങ്കിൽ ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കോമ്പിനേഷൻ ഓഫ് 2 ഗുഡ്സ്, അതിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രണ്ടിയർ എന്ന് പറയുന്നത്. ഇനി ഒരു ഗ്രാഫ് നമുക്ക് പഠിക്കാനുണ്ട്. ഈ തന്നിരിക്കുന്ന പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റിനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്കൊരു കർവ് കിട്ടും. ആ കർവിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ PPC എന്ന് പറയുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഈ പ്രൊഡക്ഷൻ പോസിബിൾ സെറ്റിനെ നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ, അതായത് ദ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റിനെയാണ് നമ്മൾ PPC അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയും. ഇനി നമ്മൾ നോക്കുന്നത് ഈ ഗ്രാഫ് അല്ലെങ്കിൽ ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നാണ്. ഇവിടെ എക്സ് ആക്സിസും ഉണ്ട്, വൈ ആക്സിസും ഉണ്ട്. എക്സ് ആക്സിസ് ഓക്കെ. ഗുഡ് 1 നമ്മൾ എക്സ് ആക്സിസിലായിട്ട് എടുക്കുന്നു, ഗുഡ് 2 നമ്മൾ വൈ ആക്സിസിൽ കാണിക്കുന്നു. ഇതാണ് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. അപ്പൊ ഗുഡ് 1 നമ്മൾ എക്സ് ആക്സിസിലും എടുത്തു, ഗുഡ് 2 നമ്മൾ എടുത്തിരിക്കുന്നത് വൈ ആക്സിസിലുമാണ്. അപ്പോ ഗുഡ് 1 നമ്മൾ നേരത്തെ പറഞ്ഞു പോസിബിലിറ്റീസ് തന്നിട്ടുണ്ട്, ABCDE എന്ന് പറഞ്ഞു. ഇവിടെ ഗുഡ് 1 0 1 2 3 4 താണ്ടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. 0 1 2 3 4. ഗുഡ് 2 ആണ് ഈ തന്നിരിക്കുന്ന 14 12 9 5 0 എന്നുള്ളത് നമ്മൾ വൈ ആക്സിസിൽ കാണിച്ചിരിക്കുന്നു. അപ്പൊ ആദ്യത്തെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി എ എന്ന് പറയുന്നത് 0 40. ഗ്രാഫ് വരയ്ക്കാൻ എല്ലാവർക്കും അറിയാം. ഇതാണ് എ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ പോസിബിലിറ്റി. 2 1 12. ഗുഡ് 1 1 യൂണിറ്റ്, ഗുഡ് 2 12 യൂണിറ്റ്. മൂന്നാമത്തത് 2 9. ഗുഡ് 1 2 യൂണിറ്റും ഗുഡ് 2 9 യൂണിറ്റും. അങ്ങനെ സി. ഡി 3 5. കണ്ടേ, ഇതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി അല്ലെങ്കിൽ പോസിബിലിറ്റി ഡി എന്ന് പറയുന്നത്. അവിടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഇ എന്ന് പറയുന്നതാണ് ഈ കാണുന്നത്. അപ്പൊ ഈ തന്നിരിക്കുന്ന പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റിനെ നമ്മൾ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ കർവിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. അപ്പോ ദ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. അപ്പൊ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രണ്ടിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ ലെവൽ ഓഫ് ടെക്നോളജി അല്ലെങ്കിൽ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കോമ്പിനേഷൻ ഓഫ് ഗുഡ്സിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രണ്ടിയർ എന്ന് പറയുന്നത്. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റിനെ നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നടത്തുമ്പോൾ നമുക്കൊരു കർവ് കിട്ടും. ഈ കർവിനെ നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയും. ഇനി
അപ്പൊ നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രണ്ടിയർ പറഞ്ഞു, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്താണെന്ന് പറഞ്ഞു. അപ്പോ ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ അകത്തും പുറത്തും 2 പോയിന്റ് ആയിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യാണ്. എ എന്നും ഡി എന്നും പറഞ്ഞ് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് അകത്തുള്ള പോയിന്റും പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് പുറത്തുള്ള പോയിന്റും എന്ന് പറഞ്ഞ് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യും. നമുക്കറിയാം, നമ്മൾ പറഞ്ഞു എ എന്ന് പറയുന്ന റിസോഴ്സ് അല്ലെങ്കിൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഗുഡ്സ് ആണ് ഈ ഗുഡ് 1ഉം ഗുഡ് 2. അതേപോലെ തന്നെ ബി സി ഡി ഇ ഇങ്ങനെ 5 പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് ലെഫ്റ്റ് സൈഡിലുള്ള ഈ പോയിന്റിനെ, അതായത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് അകത്തുള്ള ഈ പോയിന്റിനെ നമ്മൾ എ എന്നും ഡിനോട്ട് ചെയ്തു. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് റൈറ്റ് സൈഡിലേക്ക്, അതായത് ഇങ്ങനെ ഒരു പോയിന്റ് ഇവിടെ തന്നിരിക്കുന്നത് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പോയിന്റിൽ നമുക്കറിയാം പിയും ക്യൂവും അല്ലെങ്കിൽ RS, നമ്മൾ പി ക്യൂ എന്ന് പറയുന്ന കർവിനെ എടുക്കുക. ഈ പി ക്യൂ എന്ന് പറയുന്ന കർവിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് അകത്തുള്ള പോയിന്റും പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് പുറത്തുള്ള പോയിന്റ്, അകത്തുള്ള പോയിന്റിനെ നമ്മൾ എ എന്ന് ഡിനോട്ട് ചെയ്തു, പുറത്തുള്ള പോയിന്റിനെ നമ്മൾ ഡി എന്ന് ഡിനോട്ട് ചെയ്തു. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് അകത്തുള്ള ഈ എ എന്ന് പറയുന്ന പോയിന്റിനെ നമ്മൾ ഇൻഎഫിഷ്യന്റ് ഗ്രോത്ത് അല്ലെങ്കിൽ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്നാണ് പറയുന്നത്. അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്നാണ് ഈ എ എന്ന് പറയുന്ന പോയിന്റിനെ പറഞ്ഞിരിക്കുന്നത്. അണ്ടർ യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എ എന്ന റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് ഗുഡ് 2 14ഉം ഗുഡ് 1ഉം നമ്മൾ 0 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ഈ വരെയുള്ള പോസിബിലിറ്റീസ് തന്നു. അത് ഉപയോഗിച്ചിട്ടുള്ള ഗുഡ് 1ഉം ഗുഡ് 2ഉം നമ്മൾ പറഞ്ഞു. ആ ഗുഡ് 1ഉം, അതായത് ഈ തന്നിരിക്കുന്ന റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത പോയിന്റ് ആണ് നമ്മൾ ഈ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോ ഈ പ്രൊഡക്ഷൻ ഇങ്ങനെ വിളിച്ചാൽ മതി. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് അകത്തുള്ള പോയിന്റ് ആണെങ്കിൽ അതിനെ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, നമുക്കുള്ള റിസോഴ്സസ് നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടില്ല എന്നാണ് അതിനർത്ഥം. ആ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് വലത്ത് സൈഡില്, അതായത് റൈറ്റ് സൈഡിലുള്ള പോയിന്റ് അതിനെ നമ്മൾ ഡി എന്ന് പറഞ്ഞു. അതിനെ നമ്മൾ പറയുന്നത് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് എന്നാണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന റിസോഴ്സസിന്റെ അളവ് കൂടുകയും അതനുസരിച്ച് നമ്മൾ ഗുഡ് 1ന്റെയും ഗുഡ് 2ന്റെയും പ്രൊഡക്ഷൻ കൂട്ടുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ഡി എന്ന് പറയുന്ന പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് മുകളിൽ കിടക്കുന്ന പോയിന്റ് ആണെങ്കിൽ അത് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് ആണ്. റിസോഴ്സസ് ഗ്രോത്ത് അല്ലെങ്കിൽ ഗ്രോ ചെയ്തത് കൊണ്ട് നമ്മൾ കൂടുതലായിട്ട് ഗുഡ് 1ഉം ഗുഡ് 2ഉം പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് സാധിച്ചു എന്നാണ് ഈ ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ യൂട്ടിലൈസേഷൻ. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് ലെഫ്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് അകത്തുള്ളതാണെങ്കിൽ അതിനെ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. നമ്മൾ തന്നിരിക്കുന്ന റിസോഴ്സസ് കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടില്ല. കൃത്യമായിട്ട് ഉപയോഗിച്ചത് കൊണ്ടാണ് നമുക്ക് പിയും ക്യൂവും എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് കിട്ടിയത്. ഇനി ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് പുറത്തുള്ള പോയിന്റ്, ആ പോയിന്റിന് നമ്മൾ ഡി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ആ ഡി അല്ലെങ്കിൽ എന്താണെങ്കിലും ആ ഡി എന്ന് പറയുന്ന പോയിന്റിന്റെ അർത്ഥം നമ്മുടെ റിസോഴ്സസ് ഇൻക്രീസ് ചെയ്തു. നമുക്ക് തന്നിരിക്കുന്ന ഈ പോസിബിലിറ്റീസ് എല്ലാം കൂടി സ്വാഭാവികമായിട്ടും പോസിബിലിറ്റീസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഗുഡ് 1, അതായത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സുകളുടെ എണ്ണം കൂടും. ഗുഡ് 1ന്റെയും ഗുഡ് 2ന്റെയും എണ്ണം ഇൻക്രീസ് ചെയ്യുന്നു. അതിനെ നമ്മൾ ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നു. ഇത്രയും പഠിക്കുക. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് അകത്ത് കിടക്കുന്ന പോയിന്റ് ആണെങ്കിൽ അത് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസും,
പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് പുറത്ത് കിടക്കുന്ന പോയിന്റ് ആണെങ്കിൽ അതിനെ ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് എന്നും പറയും. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രണ്ടിയർ പറഞ്ഞു, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് പറഞ്ഞു, പിന്നെ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസും പറഞ്ഞു, ഗ്രോത്ത് ഓഫ് റിസോഴ്സസും പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലെങ്കിൽ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നുള്ളതിനെ കുറിച്ചാണ്. മാർജിനൽ എന്ന് പറയുന്ന വാക്കിനർത്ഥം അഡീഷണൽ എന്നാണ്. ഇപ്പോ നമ്മൾ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ marginal opportunity cost or opportunity cost of an additional unit of good is defined as the number of units of a good sacrificed to produce an additional unit of another good. MOC അല്ലെങ്കിൽ marginal opportunity cost or opportunity cost of an additional unit of good is defined as number of units of a good is sacrificed to produce an additional unit of other goods. നമ്മൾ അത് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ആയിട്ട് തോന്നും. പക്ഷേ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഇവിടെ നമ്മൾ റിസോഴ്സസിന്റെ കാര്യം പറഞ്ഞു. എ എന്ന് പറയുന്ന ഒരു റിസോഴ്സ്, ബി എന്ന് പറയുന്ന റിസോഴ്സ്, സി എന്ന് പറയുന്ന റിസോഴ്സ്, ഡി എന്ന് പറയുന്ന റിസോഴ്സ്, ഇ എന്ന് പറയുന്ന റിസോഴ്സ്. ഇവിടെ എ എന്ന് പറയുന്ന റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഗുഡ് 1 പ്രൊഡ്യൂസ് ചെയ്തത് 0 അല്ലെങ്കിൽ 0. ഗുഡ് 2 പ്രൊഡ്യൂസ് ചെയ്തത് 14. എ എന്ന് പറയുന്ന റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ് 1ന്റെ ഐറ്റം 0 ആൻഡ് ഗുഡ് 2ന്റെ അർത്ഥം 14. രണ്ടാമത്തത് ബി എന്ന് പറയുന്ന റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഗുഡ് 1 1 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, ഗുഡ് 2 പ്രൊഡ്യൂസ് ചെയ്തത് 12 യൂണിറ്റ് ആണ്. ഇനി 3 സി എടുക്കുകയാണെങ്കിൽ 2 യൂണിറ്റ് ഗുഡ് 1ഉം ഗുഡ് 2 എന്ന് പറയുന്നത് 9 യൂണിറ്റുമാണ്. നിങ്ങൾ ഈ 3 എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ, എ മുതൽ സി വരെ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി എ എന്ന് പറയുന്ന പോസിബിലിറ്റി ഉപയോഗിച്ചപ്പോൾ ഗുഡ് 1 1 യൂണിറ്റ് എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യുക, 0 യൂണിറ്റ് ആണ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തത്. ഗുഡ് 2 പ്രൊഡ്യൂസ് ചെയ്തത് 14 യൂണിറ്റ് ആണ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി ബിയിലേക്ക് വന്നപ്പോൾ ഞാൻ ഗുഡ് 1 1 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, എന്റെ ഗുഡ് 2 12 യൂണിറ്റ് ആയിട്ട് മാറി. സിയിലേക്ക് വന്നപ്പോൾ ഗുഡ് 1 ഞാൻ 2 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, അവിടെ ഗുഡ് 2 എനിക്ക് 9 യൂണിറ്റ് ആയിട്ട് മാറി. അതായത് ഇവിടെ ഗുഡ് 1 ഓരോന്നും ഓരോ യൂണിറ്റ് ഗുഡ് 1 കൂടുമ്പോഴും എന്റെ ഗുഡ് 2വില് വ്യത്യാസം വരും. അതായത് ആദ്യം 14 ആയിരുന്നു, പിന്നെ 12 ആയി, പിന്നെ 9 ആയി, പിന്നെ 5 ആയി, പിന്നെ 0 ആയി. അതായത് ഇവിടെ ഓരോ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും ഞാൻ ഇവിടെ ഗുഡ് 2വില് ഞാൻ കുറച്ച് ഗുഡ്സ് സാക്രിഫൈസ് ചെയ്യും. ആ സാക്രിഫൈസ്, അതായത് ഗുഡ് 1 കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ എത്ര അളവാണോ ഗുഡ് 2 സാക്രിഫൈസ് ചെയ്യുന്നത് അതിനെയാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അഡീഷണൽ യൂണിറ്റ് ആയിട്ടുള്ള ഗുഡ് 1 ഓരോന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ സാക്രിഫൈസ് ചെയ്യുന്ന ഗുഡ് 2വിന്റെ എണ്ണം, അതിനെയാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ MOC കണ്ടുപിടിക്കുകയാണെങ്കിൽ ആദ്യത്തത് 0 ആയിരിക്കും. പിന്നീട് നോക്കുക, 14ൽ നിന്നും 12 കുറഞ്ഞു, എത്ര വന്നു? 2. ആദ്യം ഇത്, പിന്നെ ഇത്. 12ൽ നിന്നും മൂന്നാമത്തെ യൂണിറ്റ് ആയപ്പോൾ 12ൽ നിന്നും 9 കുറഞ്ഞു, എത്രയാണ്? 12ൽ നിന്നും അത് 9 ആയിട്ട് മാറി, അവിടെ 3 യൂണിറ്റ് കുറഞ്ഞു. അടുത്ത 9ൽ നിന്നും 5 യൂണിറ്റ് ആയിട്ട് കുറഞ്ഞു, അത് 4 ആയി MOC. അടുത്തത് 5ൽ നിന്നും 0 ആയി എനിക്ക് കിട്ടിയത് 5 യൂണിറ്റ്. അതായത് ഇവിടെ ഞാൻ 2 യൂണിറ്റ് സാക്രിഫൈസ് ചെയ്തപ്പോഴാണ് ഇവിടെ എനിക്ക് 1 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചത്. ഇവിടെ ഞാൻ 3 യൂണിറ്റ് സാക്രിഫൈസ് ചെയ്തപ്പോഴാണ് ഞാൻ ഇവിടെ 2 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തത്.
ഗുഡ് ടൂവിൽ ഞാൻ സാക്രിഫൈസ് നടത്തുന്നുണ്ട്, അതിനനുസരിച്ച് ഗുഡ് വണ്ണിന്റെ എണ്ണം കൂടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ ഗുഡ് ടൂവിൽ വരുത്തുന്ന സാക്രിഫൈസിന് പറയുന്ന പേരാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ആ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ആദ്യം 0 ആയിരിക്കും, അതിനുശേഷം 14 നിന്നും 12 അല്ലെങ്കിൽ ഏറ്റവും മുകളിൽ നിന്നുള്ളതിൽ നിന്നും താഴെയുള്ളത് കുറയ്ക്കുക. 14 നിന്നും 12 കുറച്ചപ്പോൾ എനിക്ക് 2 കിട്ടി. അതാണ് അവിടുത്തെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഞാനിവിടെ 2 യൂണിറ്റ് സാക്രിഫൈസ് ചെയ്തപ്പോഴാണ് എനിക്കിവിടെ 1 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചത്. ഇനി അടുത്തത് 12 നിന്ന് 9, അതായത് 3 യൂണിറ്റ് ഞാൻ സാക്രിഫൈസ് ചെയ്തപ്പോഴാണ് എനിക്കിവിടെ 2 യൂണിറ്റ് ഗുഡ് വൺ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചത്. 9 നിന്നും 5 മാറി, അതായത് 4, 9 - 5, 4 യൂണിറ്റ് ഗുഡ് ടു സാക്രിഫൈസ് ചെയ്തപ്പോഴാണ് എനിക്ക് 3 യൂണിറ്റ് ഗുഡ് വൺ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചത്. അത് അടുത്തത് 5 നിന്നും 0, അതായത് 5 യൂണിറ്റ് ഞാൻ ഗുഡ് ടു സാക്രിഫൈസ് ചെയ്തപ്പോഴാണ് എനിക്ക് 4 യൂണിറ്റ് ഗുഡ് വൺ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചത്. ഇതിനെയാണ് നമ്മൾ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോ ഇത്രയുമാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ യൂണിറ്റ് ഓരോന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്ന ഗുഡ്സിന്റെ എണ്ണം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ആ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോ നമ്മൾ ഈ ചാപ്റ്ററില് ഡെഫിനിഷൻ ഓഫ് പലതരത്തിലുള്ള എക്കണോമിസ്റ്റുകളുടെ ഡെഫിനിഷൻസ് പഠിച്ചു. അത് കഴിഞ്ഞ് മൈക്രോ മാക്രോ എന്താണ് വ്യത്യാസം എന്ന് നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കണോമി എന്താണെന്ന് പഠിച്ചു. അതിനുശേഷം ഓരോ എക്കണോമിക് സിസ്റ്റത്തെ കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് പറഞ്ഞു, ഫ്രണ്ടിയർ പറഞ്ഞു, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പറഞ്ഞു. അപ്പോ ഇന്ന് നമ്മൾ പഠിച്ചതും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് കുറച്ചുകൂടി തിയറിയാണ്. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവും പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രണ്ടിയറും ഒക്കെ നമുക്ക് ഗ്രാഫായിട്ട് വരയ്ക്കാനുണ്ട്, കുറച്ച് കണക്കായിട്ട് ചെയ്യാനുണ്ട്. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കണ്ടുപിടിക്കുന്ന കണക്കുകൾ നിങ്ങളുടെ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരെണ്ണവും കൂടി അത് ചെയ്യും, അതിനുശേഷം ബാക്കിയുള്ളത് വീട്ടിലിരുന്ന് ചെയ്തു നോക്കുക. അപ്പോ നമ്മുടെ ഈ ചാപ്റ്റർ എവല്യൂഷൻ ഓഫ് എക്കണോമിക്സ് എന്നുള്ള നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. അപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ കുറച്ചും കൂടി അധികമായിട്ട് പഠിക്കുക. അപ്പോ നമ്മൾ അതുമായിട്ട് ക്വസ്റ്റ്യൻസും ഈ ചാപ്റ്ററുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് റിലേറ്റ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. ഇന്ന് പഠിച്ച കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം, അത്യാവശ്യമാണ്. ബാക്കി അടുത്ത ക്ലാസ്.